നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. കേരളത്തിലെ മഹല്ലുകളെ സമസ്തയുടെ ആദർശത്തിൽ അടിയുറപ്പിച്ചു നിർത്തുകയും പള്ളികളും മദ്രസകളും മതസ്ഥാപനങ്ങളും പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിക സംസ്കാരവും ധാർമ്മിക ബോധവും ആബാലവൃദ്ധം മഹല്ല നിവാസികളിലും വളർത്തിക്കൊണ്ടുവരുന്നതിനും ക്രിയാത്മകമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പാക്കുകയെന്ന ദൗത്യമാണ് ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സാധാരണക്കാരുടെയും സഹകരണത്തോടെ SMF നിർവഹിച്ചു വരുന്നത്. മഹല്ലുകളെ സമസ്തയുടെ കീഴിൽ കൂടുതൽ ശാക്തീകരിക്കുക എന്നത് ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി SMF മനസ്സിലാക്കുന്നു. സമസ്ത നൂറിന്റെ നിറവിൽ എന്ന ശീർഷകത്തിൽ SMF സംസ്ഥാന കമ്മിറ്റി 14 ജില്ലാ കേന്ദ്രങ്ങളിലും നവോത്ഥാന സമ്മേളനങ്ങൾ നടത്തുകയാണ്. മലപ്പുറം ജില്ലാ വെസ്റ്റ് സമ്മേളനം ഫെബ്രുവരി 17 തിങ്കളാഴ്ച വൈകുന്നേരം തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നഗറിൽ നടക്കും. സുന്നി മഹല്ല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന നവോത്ഥാന സമ്മേളനം തിങ്കളാഴ്ച 17 ദില്ലിയിൽ വെച്ച് നടക്കുകയാണ്. സുന്നി മഹല്ല് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക കീഴടക്കമാണ്. സംസ്ഥാന ജമിയത്തുൽ ഉലമ കേരളത്തിൽ സ്ഥാപിതമായതൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ പ്രവാചകരുടെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അനുചരന്മാരെ കൊണ്ടുവന്നു. അതിനുശേഷം മാലിക് ദീനാർ എന്നുള്ള സംഘം വന്നു. പിന്നെ ഒരുപാട് യമനിൽ നിന്ന് ഒരുപാട് ഇന്നുള്ള പാണക്കാട് തങ്ങന്മാരുടെ പിതാമഹന്മാർ ഇങ്ങനെ കടന്നു വന്ന് ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിലൊക്കെ ഇസ്ലാം സ്ഥാപിച്ച് മഹല്ലുകൾ സ്ഥാപിച്ചു. പള്ളികളും മദ്രസകളൊക്കെ അന്നത്തെ മദ്രസ സ്ഥാപിച്ചെടുത്തു. 1920-കൾക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പാരമ്പര്യമായ ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾക്കെതിരെ ചില പ്രചരണങ്ങളൊക്കെ നടന്നപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട വലിയ പണ്ഡിതന്മാർ കൂടിയിട്ട് ശാശ്വതമായ പരിഹാരം എന്നുള്ളവർക്ക് രൂപീകരിച്ചാണ് സംസ്ഥാന ജമിയത്തുൽ ഉലമ. 1926 കോഴിക്കോട് വെച്ച് അരിക്കുമൽ കോയ തങ്ങൾ, അതുപോലെ പറവണ്ണ മൊയ്‌ദി കുണ്ടുശ്ശേരിയിലുള്ള ഒരുപാട് അബ്ദുൽ ബാരി സാഹിബ് കുറേ ആളുകൾ കൂടി രൂപീകരിച്ചു. അത് കേരളത്തിലെ മഹല്ലുകളിലൊക്കെ ഇറങ്ങിച്ചെന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ച് ഇങ്ങനെ വന്നു. അങ്ങനെ കാലോചിതമായ പല സംഘടനകൾ ഉണ്ടാക്കി. 1951 വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. അതിന്റെ കീഴിലാണെന്ന് 10,000-ലേറെ മദ്രസകൾ കേരളത്തിലും പുറത്തൊക്കെ നടക്കുന്ന സംസ്ഥയുടെ കീഴിൽ. പിന്നെ 1976 സുന്നി മഹല്ല് ഫെഡറേഷൻ ആദ്യമായിട്ട് ചെമ്മാട് കേന്ദ്രമായി ഉണ്ടാകുന്നത്. 1976 തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. 87 സംസ്ഥാന കമ്മിറ്റി വന്നു. ആ സംഘടനയുടെ കീഴിൽ മഹല്ലുകളൊക്കെ കേരളത്തിലെ മുസ്ലിം മഹല്ലുകൾ SMF-ന്റെ കീഴിൽ യോജിപ്പിച്ചുകൊണ്ടാണ് മദ്രസകളും പള്ളികളൊക്കെ സജീവമായി ദർസുകൾ ഇങ്ങനെയുള്ള നവോത്ഥാനങ്ങളൊക്കെ നടത്തിയത്. മഹല്ലുകളുടെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതികളൊക്കെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലൂടെ നടന്നു. അങ്ങനെ പാരമ്പര്യം ഇങ്ങനെ പോരാ. അപ്പോൾ സമസ്തയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയൊരു കാരണം മഹല്ലാണ്. കാരണം അടിസ്ഥാന മഹല്ലാണ് യൂണിറ്റ്. അവിടുന്നാണ് മുസ്ലിങ്ങൾ വളർന്നു വരുന്നത്. മദ്രസകൾ പഠിപ്പിച്ച് അതിനേശം ആവശ്യമായ വായന ക്ലാസ്സുകളും ബോധവൽക്കരണങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും സാമുദായിക നേട്ടങ്ങളൊക്കെ നടത്തി. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തും ഈ നേതൃത്വം പങ്കാളിയായി. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗ് ആണ് ഏറ്റവും മുന്നിലൊക്കെ കേരളത്തിൽ. അതിൽ പാണക്കാട് തങ്ങൾ പാണക്കാട് തങ്ങൾ മുൻപന്തിയിലുണ്ടായപ്പോൾ സമസ്തയുടെ മുൻപന്തിയിൽ അവരൊക്കെ തന്നെ. അപ്പോൾ ഈ കൂട്ടായ്മ ഒരുമിച്ചാണ് ഇത് എല്ലാ പുരോഗതിക്കും മുന്നിട്ടിറങ്ങിയത്. ഇങ്ങനെ കേരളത്തിന്റെ അവസ്ഥ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല പോരുന്നത്. അങ്ങനെ മാത്രമല്ല ഇപ്പൊ വളരെ സമൂഹം മോശമായി. സോഷ്യൽ മീഡിയയിലെ അതിപ്രസക്തം കാരണം സമൂഹ കുട്ടികളൊക്കെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങള്, നിരീശ്വരവാദം, അങ്ങനെ മതനിരാസം പലതും കടന്നുകൂടി. അതോടൊപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ന്യൂനപക്ഷ വിരുദ്ധ വേട്ടകള്, ബോർഡുള്ള പ്രശ്നങ്ങള് ഒക്കെ അറിയാലോ. അതുപോലെ ഹൗസിംഗ് ബോർഡ് നടപ്പാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ മഹല്ലുകളെ ബോധവൽക്കരിക്കൽ ആവശ്യമാണ് സമൂഹത്തിൽ. ന്യൂനപക്ഷ വഖഫ് വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം കൂടിയാകും സമ്മേളനം. മലപ്പുറം ജില്ലയിൽ ഈസ്റ്റ് ഭാഗത്തുള്ള സമ്മേളനം കഴിഞ്ഞ മാസം 31 മലപ്പുറത്ത് നടന്നു. SMF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം MV ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ഉസ്താദ് ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ALA സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ആബിദ് ഹുസൈൻ തങ്ങൾ MLA, കുറുക്കോളി മൊയ്തീൻ MLA, N ഷംസുദ്ദീൻ MLA, SMF സംസ്ഥാന ജനറൽ സെക്രട്ടറി U മുഹമ്മദ് ഷാഫി ഹാജി ചെമ്മാട് തുടങ്ങിയവർ സംസാരിക്കും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തിരൂർ, കൺവീനർ SMF ജില്ലാ ജനറൽ സെക്രട്ടറി CH തൊയ്യിബ് ഫൈസി
പുതുപ്പറമ്പ്, അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപുറം, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ, സയ്യിദ് KKS ആറ്റക്കോയ തങ്ങൾ നരിപ്പറമ്പ്, സയ്യിദ് അക്ബർ അലി ശിഹാബ് തങ്ങൾ കടകശ്ശേരി, PV മുഹമ്മദ് മൗലവി എടപ്പാൾ, KM കുട്ടി എടക്കുളം തുടങ്ങിയവർ പങ്കെടുക്കും. ഉസ്താദ് സെയ്താലിക്കുട്ടി ഫൈസി കോറാട് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. SMF ജില്ലാ ജനറൽ സെക്രട്ടറി CH മുഹമ്മദ് തൊയ്യിബ് ഫൈസി, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തിരൂർ, കാസിം ഫൈസി പോത്തന്നൂർ, അബ്ദുൽ ഖാദർ ഫൈസി കുന്നുംപുറം, സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ സയ്യിദ് PKK തങ്ങൾ തിരൂർ, കൺവീനർ കുഞ്ഞിമൊയ്തീൻ കൽപ്പ ബാവ തിരൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TVN ന്യൂസ് തിരൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.